സ്ഥിരം കേൾക്കാറുള്ള ചോദ്യമാണ്. എത്ര സെഷൻസ് എടുക്കും നമുക്ക്? ആദ്യത്തെ സെഷനിൽ തന്നെ ചോദിക്കും. ഹൗ മെനി സെഷൻസ് ഡു യു തിങ്ക് ഇറ്റ് വിൽ ടേക്ക്? അപ്പം എൻ്റെ ഓണസ്റ്റ് ആൻസർ എനിക്കറിയില്ല എന്നായിരിക്കും. പക്ഷേ ദാറ്റ് ഈസ് വെരി സ്കെയറി. അപ്പം ചേട്ടാ ഡോക്ടർക്കേ അറിയില്ലേ എന്ന് ചോദിക്കുമ്പം അവർ കരുതുന്നത് ഒരു മെഡിക്കൽ ഡോക്ടറിൻ്റെ അടുത്ത് പോകുന്നത് പോലെയാണ് ഈ മെൻ്റൽ ഹെൽത്ത് സ്പേസസിലേക്ക് വരുന്നത്. സോ ഐ ട്രൈ ടു എക്സ്പ്ലെയിൻ, ഞാൻ മെഡിസിൻ കൊടുക്കുന്ന ആളല്ല, സൈക്കോളജിസ്റ്റ് ആണ്, മെൻ്റൽ ഹെൽത്ത് കൺസൾട്ടൻസി ആണെന്നൊക്കെ പറഞ്ഞാലും എന്നാലും ഡോക്ടർക്ക് എത്ര അറിയില്ലേ എന്ന് ചോദിക്കുമ്പം ഞാൻ പെട്ടുപോകാറുണ്ട്. അപ്പം ഞാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ ഈ ഇതുപോലും അറിയില്ലേ, അപ്പം എന്തോ ഫ്രോഡ് പരിപാടി ചെയ്യുന്ന പോലത്തെ ഒരു ലുക്ക് തരും. ബിക്കോസ് ശരിയാണ്, നമ്മൾ കൈ ഒടിഞ്ഞോ കാലൊടിഞ്ഞോ എവിടെയെങ്കിലും പോയാൽ ഡോക്ടർ പറയും ഇത്രയും ദിവസം കാസ്റ്റ് ഇടണം, അല്ലെങ്കിൽ ഇത്രയും ദിവസം മരുന്ന് കഴിക്കണം, രാവിലെ ഉച്ചയ്ക്ക്. വെരി ക്വാണ്ടിഫയബിൾ ആണ്. ലൈക്ക് ബ്ലഡ് ടെസ്റ്റ്, യൂറിൻ ടെസ്റ്റ്, എവറിത്തിങ് ഹാസ് എ ക്വാണ്ടിറ്റി, കറക്റ്റ് റേഞ്ച്, ഇത് കൂടുതൽ ഇത് കുറവ്. പക്ഷെ വെൻ ഇറ്റ് കംസ് ടു മെൻ്റൽ ഹെൽത്ത് വിച്ച് ഇസ് ചിന്തകൾ, വികാരങ്ങൾ, ബോഡിയിൽ ഉണ്ടാവുന്ന വ്യത്യാസങ്ങൾ ബിക്കോസ് ഓഫ് ദീസ് തോട്ട്സ് ആൻഡ് ഇമോഷൻസ്, ഇത് നമുക്ക് അങ്ങനെ ക്വാണ്ടിഫയബിൾ അല്ല. ബിക്കോസ് ദിസ് കപ്പാസിറ്റി കീപ്സ് വേരിയിങ് ഫോർ ഈച്ച് ക്ലയൻറ്റ് ഡിപ്പെൻഡിങ് ഓൺ അവരുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്ന അനുസരിച്ച്. അപ്പം ഇതിനുള്ള യൂഷ്വൽ ആൻസർ ഇസ് ഐ ഡോണ്ട് നോ. നിങ്ങളാണ് ഡിസൈഡ് ചെയ്യണത് എന്തിനാണ്. യു ഹാവ് ടു കീപ് ആസ്കിങ് ക്വസ്റ്റ്യൻസ് ഫസ്റ്റ്. എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്, വാട്ട് ആർ യുവർ എക്സ്പെക്ടേഷൻസ് എന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾക്കിത് ഇങ്ങനെ ഒരു ടൈം ലൈൻ ഉണ്ടോ, ഇതൊരു ഡെഡ് ലൈൻ ഉണ്ടോ, ഡു യു ഹാവ് ദാറ്റ്? അപ്പൊ അതനുസരിച്ച് വീൽ ഹാവ് ടു ഫൈൻഡ് ട്യൂൺ ആൻഡ് ഫിഗർ ഇറ്റ് ഔട്ട് ടുഗെദർ. അപ്പൊ ഈ ഫിഗറിങ് ഇറ്റ് ഔട്ട് ടുഗെദർ എന്ന് പറയുമ്പോൾ അപ്പൊ ഞാനാണോ പണി ചെയ്യുന്നത്, ഡോക്ടറല്ലേ എനിക്ക് പറഞ്ഞു തരുന്നത്, യു ആർ സപ്പോസ് ടു ടെൽ മീ വാട്ട് ടു ഡു. അപ്പൊ അവിടെ ഞാൻ പറയും ഇല്ല, ഞാനൊരു സെറ്റ് ഇൻസ്ട്രക്ഷൻസ് ഇങ്ങനെ ചെയ്യൂ, അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യുന്നു പറയുന്ന ആളല്ല. നമുക്ക് കോ ക്രിയേഷൻ ആണ്. നമുക്ക് ഒന്നിച്ച് ഇതിനൊരു വാട്ട് വർക്ക്സ് ഫോർ യു എന്നുള്ളത് നമുക്ക് ഒന്നിച്ച് പിടികിടണം. അപ്പൊ അതിൽ നിന്ന് നിങ്ങളുടെ ജേർണി ഷെയർ ചെയ്ത് കഴിയുമ്പോൾ ഐ വിൽ ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് ടു മിറർ ഇറ്റ് ബാക്ക് ടു യു സെയിങ് ഡിഡ് ഐ അണ്ടർസ്റ്റാൻഡ്, എനിക്ക് ശരിക്കും ഇത് തന്നെയാണോ നിങ്ങൾ പറയാൻ ഉദ്ദേശിച്ചതെന്നാ ഫസ്റ്റ് തുടങ്ങുന്നത്. അപ്പൊ തന്നെ കുറെ പേര് ചിലപ്പോൾ കറക്റ്റ് ചെയ്യും, ഇല്ല ഇങ്ങനെയല്ല ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞ് കറക്റ്റ് ചെയ്യും. സോ പിന്നെ അത് ചിലവർക്ക് അത് വാലിഡേഷനാണ് വേണ്ടത്. അതായത് യെസ്, നിങ്ങൾ ചിന്തിക്കുന്നത് കറക്റ്റാണ്, നിങ്ങൾ മണ്ടന്മാരല്ല, നിങ്ങൾക്ക് ആ ഫീലിംഗ് വന്നത് വാലിഡ് ആണോ എന്ന് പറയാനായിരിക്കും ഒരുപാട് പേർക്ക് എവിടെയെങ്കിലും ആ ഒരു സേഫ് ആയിട്ട് ഇതുകൊണ്ട് പറയാനുള്ള സ്ഥലമേ ചിലർക്ക് വേണ്ടു. ചിലർക്ക് അങ്ങനെ റിഫ്ലക്ഷൻ വേണം, ചോദ്യങ്ങൾ വേണം, ക്വസ്റ്റ്യൻസ് ചോദിക്കണം, അതെന്തുകൊണ്ടായിരിക്കും. സോ അങ്ങനെ വരുന്നവരുണ്ട്. സോ ഓരോരുത്തരുടെ നീഡും ആവശ്യവും ഈ സെഷൻസിൽ വരുന്നത് വ്യത്യാസമാണ്. സോ അപ്പം ഈ എത്ര നാളെന്നുള്ള ക്വസ്റ്റ്യൻ ഈസ് വെരി ട്രിക്കി. സോ നിങ്ങൾക്കിത് എത്ര നാളാണ്, നിങ്ങൾക്കൊരു ഡെഡ് ലൈൻ ഉണ്ടോ?